Johnny eating sugar. ഞാനൊരു 6:30 അലാറൊക്കെ വെച്ച് എണീച്ചതാട്ടോ. അതിന് ചുറ്റുപാടും കാടിനകത്തൊരു വീട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഒരു 1.5 മാസമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു കുഞ്ഞു ട്രിപ്പ്. ഇവിടെ അടുത്ത് തന്നെയാണ്, ഭയങ്കര ദൂരമൊന്നുമില്ല. ആനക്കമ്പൂയിൽ ഒരു ഏലമല റിസോർട്ട് ഉണ്ട്. നല്ല അടിപൊളിയാണ്. എന്താ പറയുക, ഒരു കാട് വൈബാണെന്ന് ഒക്കെയാണ് പറഞ്ഞത്. ഒരു കാടിനകത്തൊരു വീട് പോലെയൊക്കെ. അപ്പോൾ നല്ല രസമുണ്ടെന്നാണ് കേട്ട. ഫോട്ടോസും ഇതൊക്കെ കണ്ടായിരുന്നു ചെറുതായിട്ടും. അപ്പോൾ നല്ലതാണ്, പോയി നോക്കാം എങ്ങനെയുണ്ട് അവിടുത്തെ ആംബിയൻസ് എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ റെഡിയാകാൻ പോവാണ്. ഫ്രഷ് ആവണം, റെഡി ആവണം, എന്നിട്ട് നമുക്ക് പോവാം. അങ്ങനെ നമ്മളെത്തിട്ടോ. നല്ല കാലാവസ്ഥയൊക്കെയാണ്. ഇനി ഞാൻ അതിൻ്റെ ഫ്രണ്ട് ഭാഗവും അതിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. റൂമും അറ്റ്മോസ്ഫിയറും ഒക്കെ അടിപൊളിയാണ്. ഒരു പോയിന്റ്, ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അട്ടയുണ്ട്. ഇപ്പോൾ വന്നപ്പോൾ റൈസുട്ടിനൊരു കടി കിട്ടി, നമ്മുടെ റഫീഖയ്ക്ക് ഒരു കടി കിട്ടി. അതാണ് ഒരു പേടി. അപ്പം പുറത്തിറങ്ങാൻ പേടിച്ച് ഞാൻ അകത്ത് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ അതിന് പ്രതിവിധിയായിട്ട് നമുക്ക് ഉപ്പുവെള്ളം ദേഹത്ത് പുരട്ടിയാൽ മതി ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഇങ്ങോട്ട് ദേഹത്തോട്ട് കയറാനും അതിനെ ആകർഷിക്കാനും പറ്റത്തില്ല എന്ന്. ശരിയായിരിക്കാം. ഇത്രയും വരെ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ ഞാനങ്ങ് കിടന്നു. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം ഇറങ്ങി, പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് എണീച്ചത്. അങ്ങനെ നമ്മുടെ രാവിലത്തെ ഫുഡ് ടൈപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു 6:30 അലാറൊക്കെ വെച്ച് എണീച്ചതാട്ടോ. പക്ഷേ എണീച്ചില്ല. എണീക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ല. നല്ല ഉറക്കത്തിലായിപ്പോയി. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല കേട്ടോ. അവിടുത്തെ ഒരു കാലാവസ്ഥ നല്ല തണുപ്പുള്ള, ചെറിയ തണുപ്പുള്ളൊരു കാറ്റ്. പിന്നെ ഇതാ കാണുന്നുണ്ടല്ലോ നിങ്ങൾ, ഇതിന് ചുറ്റുപാടും കാടിനകത്തൊരു വീട് അതുപോലെയുണ്ട്. നല്ല രസമുണ്ട്. ഇതാണ് ഇവിടുത്തെ പൂള് കേട്ടോ. നല്ല വൈബുണ്ട്. സ്വർഗത്തിലൊക്കെ എത്തിയ പോലെ. എന്താ രസം. മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് ഒരു പാറയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരികയാണ്.
വേറൊരു സീൻ കാണിച്ചു തരാം. ഓ, ഈ മല അങ്ങോട്ട് നോക്കുമ്പേ ഇതാണ്ട് ഈ ഒരു സീന് നോക്കിയേ. ഫോണിൽ എത്രത്തോളം എൻ്റെ ഒരു ബ്യൂട്ടി അറിയുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്തൊരു ഫീലാണ്. നല്ല വെയിലുണ്ട്, പക്ഷെ ചൂടല്ല, ഒരു ചെറിയൊരു തണുപ്പുള്ള കാറ്റും ഉണ്ട് ഇടക്ക്. ഡിസംബർ ജനുവരിയിലായിരിക്കും നല്ല വൈബയിക്കാറ് ഇവിടെ. ഫുള്ള് കാടാട്ടോ, ചുറ്റിലും കാടാണ്. കുറേ കൃഷികളും സംഗതികളൊക്കെ ഉണ്ട്. പൂളിൽ ഞാൻ ഇറങ്ങിയില്ല, ബാക്കി അവരൊക്കെ ഇറങ്ങി. റെയ്സും റെയിനും ഒക്കെ ഇറങ്ങി. അത്യാവശ്യം വലുപ്പമുള്ളൊരു പൂളുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇന്നലെ സത്യം പറഞ്ഞാൽ വന്നപ്പോൾ ഒരു വൈബ് ആസ്വദിക്കാൻ പറ്റിയ മൂഡായിരുന്നില്ല എൻ്റെ അവസ്ഥ. ഭയങ്കര തലവേദനയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം, പിന്നെ രാത്രി ഒന്ന് ഉറങ്ങി എണീച്ചപ്പോഴാണെന്ന് സെറ്റായി കേട്ടോ. 2 ദിവസം ഫുൾ തലവേദനയായിരുന്നു. അതുകൊണ്ട് മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഒരു മാതിരി ഉണ്ടല്ലോ. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടൊന്ന് പോയി നോക്കാം. ഇതാണ് ഇവിടെ മുകളിലുള്ളൊരു ആംബിയൻസ് എന്ന് പറയുന്നത്. ഇത് കളിക്കാനൊന്നും അറിയില്ല കേട്ടോ, തോന്നിയ പോലെയൊക്കെ ചെയ്യാണ്. ഇതറിയാവുന്നവരുണ്ടെങ്കിൽ ദയവ് ഇതിൻ്റെ ട്രോളർ കേട്ടോ, എനിക്കൊരു കുന്തും അറിയത്തൂല. ഇതിനൊരു സ്റ്റാമിന തന്നെ വേണം. ഇവിടെ വേദന. Johnny eating sugar, telling lies. Open your mouth. Open your mouth. Para, open your mouth. Johnny. കുട്ടി കുട്ടീന്ന് വിളിക്കല്ലേ പറ. കുട്ടീന്ന് വിളിക്കല്ലേ പറ. ഏയ് എനിക്ക് തരുമോ? ഒന്ന് തരുമോ? വേണ്ട. അങ്ങനെ നിങ്ങൾ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി പോവാൻ വേണ്ടി റെഡിയായി. സത്യം പറഞ്ഞാൽ പോവാനേ തോന്നുന്നുണ്ടായിരുന്നില്ല, കാരണം ഇന്നലെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സുഖമില്ലായ്കയുള്ളതുകൊണ്ട് ആസ്വദിക്കാൻ പറ്റിയില്ലല്ലോ. ഇപ്പോഴാണ് ഒരു ഇതായത്. നമ്മുടെ ഇവിടെ ഹെൽപ്പിനുണ്ടായിരുന്ന താത്തയുടെ അടുത്ത് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. ആ സീനാണ് ഈ കാണുന്നത്. നല്ലൊരു ചേച്ചിയാണ്, ഒരു ചേട്ടായും ഉണ്ട്. ആനുണ്ടോ ഇസോ? ആനുണ്ടോ? ഇപ്പൊ നിങ്ങൾ പോകുന്നത് ഒരു പെട്ടെന്നുള്ള
ഒരു തീരുമാനം കേട്ടോ. ഇവിടെ അടുത്ത് ഏതാ നല്ല സ്പോട്ടുള്ളത് കാണാന്നുള്ളത് നോക്കിയപ്പോഴാണ് നമ്മുടെ വയനാടൻ തുരങ്കപാത വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഒരു മല, അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. അതിൻ്റെ ഫുൾ വിഷ്വൽസ് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, അതിന് ഡീറ്റെയിൽ ആയിട്ടൊരു വേറൊരു വീഡിയോ തന്നെ സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മളൊരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു വേണ്ടിയിട്ടുള്ള. പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇത്രയും ദൂരമൊക്കെ ഇങ്ങനെ നടക്കുന്നതൊക്കെ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ കാടും പരിസരവും ഒക്കെ ആയിട്ട് ഇഷ്ടമാണ്. പിന്നെ ആ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആള്. അപ്പം അത് ഞാനും റെയിനും ഒക്കെ കൂടെ സൈഡായിട്ട് വണ്ടി മലയുടെ അങ്ങോട്ട് പോകത്തില്ല കേട്ടോ, കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആണത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി, അങ്ങനെ നല്ലൊരു ഫുഡ് കഴിച്ച് പിന്നെ വീണ്ടും മഴ തുടങ്ങി. നമ്മൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ച് നല്ലൊരു ഉറക്കം എന്നുള്ള മൈൻഡിലാണ് പോകുന്നത്. പിന്നെ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായില്ല എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.